എല്ലാവർക്കും എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പൊഹ ഉപ്പുമ എന്നാണ് വെസ്റ്റ് ബംഗാളിൽ അഥവാ കൽക്കട്ടയിൽ ഇതിനെ വിളിക്കുന്നത്. ഞാൻ ഇവിടെ കൽക്കട്ടയിൽ നിന്നുകൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഈ റെസിപ്പി പഠിച്ചത്. നമ്മുടെ നാട്ടിൽ ആരും അവല് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാറില്ല. അവലിന്റെ ഒരു ഉപ്പുമാവാണിത്. അതിനുവേണ്ടി നമ്മൾക്ക് ഇതൊരു ഹെൽത്തി ഉപ്പുമാവാണ്. വെജിറ്റബിൾസ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് നമുക്ക് ചേർക്കാവുന്നതാണ്. ക്യാരറ്റ്, സവാള, ബീൻസ്, തക്കാളി, പച്ചമുളക്, എരിവിനനുസരിച്ച് ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഞാനിവിടെ കോൺ എടുത്തിട്ടുണ്ട്, കോണും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. സവാള, ക്യാരറ്റ്, ബീൻസ് എല്ലാം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായി അരിഞ്ഞ് മാറ്റി വെക്കുക. ഒരു ഹെൽത്തി ഉപ്പുമാവ് ആയതുകൊണ്ട് ഇത് നമ്മൾക്ക് ഡ്യൂട്ടിക്ക് പോകുന്നവരോ ജോലിക്ക് ഓഫീസിൽ പോകുന്നവരോ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടേണ്ടവർക്കെല്ലാം ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് നല്ലൊരു എല്ലാം ഉണ്ടാക്കി വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ്, നല്ല ടേസ്റ്റ് ആണ്, എല്ലാവരും കഴിക്കും. ഇതിനകത്ത് നമുക്ക് ചിക്കൻ, മുട്ട നമ്മുടെ ആവശ്യാനുസരണം ഫ്ലേവർ അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ മുട്ട വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിനായി ഒരു കടായിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കടുക് പൊട്ടിക്കുക. അതിനുശേഷം വേപ്പില ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും സവാള എല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം. അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ചെറുപ്പത്തിലെ പലപ്പോഴും ഇത് കഴിച്ചിട്ടുള്ളത് ഈ അവല് തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ ഇട്ടിട്ട് ഒരു 4 മണി പലഹാരമായിട്ടാണ് ഇത് കഴിച്ചിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ബെസ്റ്റ് ഒരു റെസിപ്പി ആയിരിക്കും. ഇത് നന്നായിട്ട് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് ചേർക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ദെൻ ഇഞ്ചി. വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അധികം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്ലേവർ മാറും. അത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിന്റെ ആ ഇഞ്ചിയുടെ കുത്തല് മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ചേർക്കേണ്ടത് കോൺ ആണ്. കോൺ ആദ്യമേ ചേർക്കാത്തതിന്റെ കാരണം വളരെ സോഫ്റ്റ് ആണത്. നമ്മൾ ഒരുപാട് നേരം ഇട്ട് ഇളക്കി കഴിയുമ്പോൾ അത് വളരെ സോഫ്റ്റ് ആയിട്ട് അത് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിന്റെ ആ ടേസ്റ്റ് അങ്ങ് മാറും. അതുകൊണ്ട് ഒരു 70% 80% കുക്കായതിനു ശേഷം കോൺ ഇട്ട് കൊടുത്താൽ മതിയാകും. അതിനുശേഷം കോണും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക. അതൊന്ന് സോട്ട് ചെയ്ത് അതൊന്ന് വെന്ത് വരുന്നത് വരെ ഒരു 2 മിനിറ്റ് കൊണ്ട് അത് പെട്ടെന്ന് ആയി കിട്ടും. അതിനുശേഷം നെക്സ്റ്റ് നമുക്ക് വേണ്ടത് അവലാണ്. അവല് ഈ ഒരു ബൗളിന്റെ ഒരു 1/4 ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്രയും അവൽ എടുത്തതിന് ശേഷം ഇതൊരു 3-4 പേർക്ക് കഴിക്കാനുള്ളതുണ്ടാകും. എടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് നമ്മൾ അത് കുതിർത്താൻ വേണ്ടി വെക്കുക. അധികം നേരം വെക്കേണ്ട ആവശ്യമില്ല. അതിനിടയ്ക്ക് ഇതിനകത്തേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് അതൊന്നും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു. ഒരു 1-2 മിനിറ്റ് കൂടുതൽ വെക്കരുത്. ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ അവല് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് ഒത്തിരി നേരം വെള്ളത്തിലിട്ട് വെക്കരുത്. അത് ഞാൻ പ്രത്യേകം പറയുന്നു. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അത് ഉപ്പുമാവ് ഉണ്ടാക്കാൻ പറ്റിയില്ല, അത് മൊത്തത്തിൽ കുഴഞ്ഞു പോയി എന്നൊക്കെ. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. ഒരുപാട് പേര് എന്നോട് ഞാൻ ഇവിടെ ഇത് ഉണ്ടാക്കിയിട്ട് എൻ്റെ ഹോസ്പിറ്റലിലാണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഞാനിങ്ങനെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ കഴിച്ചിട്ട് എന്നോട് ഒത്തിരി പേര് ഇതിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. റെസിപ്പി നല്ല ടേസ്റ്റിയാണ്, ഞങ്ങൾക്ക് റെസിപ്പി പറഞ്ഞു തരാമെന്ന്. ഇതിനിടയ്ക്ക് ഞാൻ അതിനകത്ത് ഇച്ചിരി മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള മുട്ട 2-3 മുട്ട നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഇഷ്ടാനുസരണം. ചിക്കൻ കയ്യിലുള്ളവരാണെങ്കിൽ ചിക്കനും കൂടെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതും ഇട്ട് കൊടുക്കാവുന്നതാണ്. ചിക്കൻ ഇട്ടും ഉണ്ടാക്കാറുണ്ട് ഞാൻ. അതും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് പിള്ളേർക്ക് അത് എന്തായാലും ഇഷ്ടപ്പെടും. ഇതും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. മുട്ടയിട്ടതും മുട്ട ആവശ്യാനുസരണം 2-3-4 ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് പ്രത്യേകം പറയാനുള്ളൊരു കാര്യം, ഇതൊരു ഹെൽത്തി ഭക്ഷണമാണെന്ന് പറയാനുള്ള മെയിൻ കാരണം ഇതിനകത്ത് കാർബ് വന്നിട്ടുണ്ട്, ഫൈബർ അടങ്ങിയിട്ടുണ്ട്, പ്രോട്ടീൻ ഉണ്ട്.
നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടും ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന വെജിറ്റബിൾ കട്ട് ചെയ്യുക, ജസ്റ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കേണ്ട സമയം മാത്രമേ നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ ആവശ്യമായി വരുന്നുള്ളൂ. പെട്ടെന്ന് രാവിലെ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ രാത്രി വെജിറ്റബിൾ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വളരെ പെട്ടെന്ന് മാക്സിമം 10 മിനിറ്റ്സ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കി കൊണ്ടുപോകാൻ പറ്റും, പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ വെള്ളം കളഞ്ഞു വെച്ച അവല് ഈ വെജിറ്റബിളിന്റെ അകത്തേക്ക് ഇത് ഏകദേശം വഴണ്ട് നന്നായിട്ട് വന്നതിന് ശേഷം അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. മുട്ട ഇട്ട് കൊടുത്തു, തക്കാളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളി വീഡിയോയിൽ വന്നിട്ടില്ല, സ്കിപ്പ്. നമ്മുടെ ഹെൽത്തി ടേസ്റ്റി അവലിന്റെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി, സ്റ്റേ ബ്ലെസ്ഡ്, ബൈ.